എന്തായി? ഒന്നും ആയില്ല. എന്തെങ്കിലും നടക്കുവോ? ദൈവത്തിനറിയാം. ടെൻഷൻ അടിക്കണ്ട. നീ പോണില്ലേ അവിടെ നിന്ന്? എടാ എല്ലാത്തിനും വിളിച്ചോണ്ട് പോടാ. ഉശിരോടെ വിളിക്കുന്നുണ്ടല്ലോ ആ മക്കളെന്ന്. പോയില്ലേ? ഞങ്ങളങ്ങനെ ചുമ്മാ പോകാൻ വന്നതല്ല. ഞങ്ങളുടെ കൊച്ചിനെ അവൻ താലി കെട്ടി കൊണ്ടുവന്നതാ. ഞങ്ങള് വേറെ എവിടെ പോകാൻ? അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയുന്നു, ഞങ്ങൾ പോകില്ല 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 ഞങ്ങൾ ഇവിടുന്ന് പോകില്ല ഞങ്ങൾ ഇവിടുന്ന് പോകില്ല 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 ഞങ്ങൾ ഇവിടുന്ന് പോകില്ല ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പെൺകുട്ടിയെ വീണ്ടാത്ത് കയറ്റാൻ വേണ്ടിട്ട് എല്ലാരും കൂടെ കിടന്ന് സമരം വിളിക്കണം. അമ്മുമ്മോ, ഇവന്റെ ആൾക്കാർ ഇവിടെ കിടന്ന് കാണിക്കുന്നതേ കുറച്ച് ഓവറല്ലേ? എടോ അമ്മാവാ, എന്റെ ക്ഷമ നശിച്ചു നിൽക്കുക. എന്തൊരു ദ്രോഹമാണോ ഈ കാണിച്ചത്? ഈ കൊച്ചിന്റെ അച്ഛനും അമ്മ ഏതാ? നീ ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സുദർശൻ, പെണ്ണിന്റെ ഒരു അമ്മാവൻ. അമ്മൂമ്മ, ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടെ ഒന്ന് കേക്ക്. അങ്ങനെ ചുമ്മാ വലിച്ചിറക്കിക്കൊണ്ട് വന്നോന്നല്ല എന്നെ. 4 ആൾക്കാർ മുന്നിൽ നല്ല അന്തസ്സോടെ കെട്ടിക്കൊണ്ട് വന്നോ എന്റെ കേശുവേട്ടൻ. എന്നാലേ കെട്ടിയ താലി കെട്ടിയ പട്ടിനെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോവാൻ നോക്ക്. ചുമ്മാ ഒരുപാട് വർത്തമാനം പറയാതിരിക്കല്ലേ. മോളെ, അങ്ങനെ അമ്മാവനെ പോലെ ചാടി കയറി കയ്യബദ്ധം കാണിക്കല്ലേ. ഒന്നില്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ ചേച്ചി നമ്മുടെ അമ്മൂമ്മയല്ലേ അത്? ആരോടാ നിന്റെ അമ്മൂമ്മ? ആരാ നിന്റെ അമ്മൂമ്മന്ന്? കേശേ, എല്ലാരും വിളിച്ചിട്ട് പോവാൻ നോക്ക് നീ. അമ്മായി നിർത്തിക്കേ. മീനുകെട്ടൊന്നും മാറാം. അമ്മായിയെ, ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എവള് നേരത്തെ പറഞ്ഞ പോലെ ഒളിച്ചോടിക്കൊണ്ട് വന്നൊന്നുമല്ല നമ്മള്. നല്ല അന്തസ്സായിട്ട് വിളിച്ചു വരുത്തിയ ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ച് എവളുടെ കഴുത്തി ഞാൻ താലി കെട്ടി കൊണ്ടുവന്ന എന്റെ പെണ്ണ. എവളെയും വിളിച്ചോണ്ട് ഞാൻ ഇങ്ങോട്ടും പോവില്ല പോവില്ല പോവില്ല. ഗൗരിയമ്മായെ, ഞങ്ങൾ അങ്ങനെ ചുമ്മാ ഇറക്കി വിടാനൊന്നും പറ്റത്തൊന്നുമില്ല. ലച്ചുവച്ചിക്കും ശിവാനിക്കും പാറുകുട്ടികളുള്ളതുപോലെ ഈ വീടിന്റെ ഒരു ഓഹരി എന്റെ കേശുവേട്ടന് അവകാശപ്പെട്ടതാ. ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ട്. കൂടെ അമ്മാവനും ഉണ്ട്. കൊള്ളാമല്ലോ പിള്ളാരെ, പറഞ്ഞതൊക്കെ കേട്ടോ? വന്ന് കേറിയില്ല, അതിനുമുമ്പേ അവകാശം പറഞ്ഞു തുടങ്ങിയില്ലയോ? ലച്ചുവേ, പറഞ്ഞതൊക്കെ കേട്ടോ? നിന്റെയും നിന്റെ ആൾക്കാരുടെ കോപ്രായം ഒന്നും കണ്ടോണ്ടിരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഇവിടെ കുടുംബത്ത് പറഞ്ഞവര് താമസിക്കുന്ന നീ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോ. പിന്നെ ഒരു കാര്യം കൂടെ, നീ എന്റെ ജന്മത്തളയെന്ന് വിളിച്ചു പോരുത്. അങ്ങനെയാണെങ്കിൽ അളിയാൻ ഇപ്പൊ അളിയെന്ന് വിളിച്ചേ. അത് പിന്നെ ഒരു ഫ്ലൈക്ക് വിളിച്ചല്ലേ. ഞാനാ ഇതുവരെ നിന്നെ പകുതി കാര്യം അറിഞ്ഞോണ്ട് കേശുവിനെ പറയരുത്. വലിയൊരു സൽക്കർമ്മം ചെയ്തോണ്ടാ കേശു ഇവിടെ നിൽക്കുന്നത്. എന്ത് സൽക്കർമ്മം? കൊറേ നേരമായിട്ട് സൽക്കർമ്മം സൽക്കർമ്മം എന്ന് പറയുന്നുണ്ടല്ലോ. എന്ത് സൽക്കർമ്മ ചെയ്തത്? അളിയാ പറഞ്ഞു കൊടളിയാ. നിന്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയത്തില്ല. നീ അളിയല്ല, എന്റെ സ്വന്തം അളിയൻ, എന്റെ മീനൂട്ടിയുടെ ആങ്ങള. പറഞ്ഞു കൊടളിയാ. ഇന്ന് രാവിലെ 10-നും 10:30-ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ എന്റെ ഈ പെങ്ങളുടെ കല്യാണം നടക്കായിരുന്ന അപ്പഴാ ചെറുക്കൻ ഒളിച്ചോടി. അവന് ബുദ്ധിയുണ്ട്, അതുകൊണ്ട്. എന്റെ അനന്തരം അവളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് ആ സമയമായപ്പോ അവൻ വേറെ പെണ്ണിനെ കൊണ്ട് മുങ്ങി. അവനെ ഞാൻ പിന്നെ കണ്ടോളാം. അങ്ങനെ എന്റെ കൊച്ചിന്റെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോ മുന്നും പിന്നും നോക്കാതെ ഈ കൊച്ചിന്റെ കഴുത്തിൽ താലി കെട്ടിയവരാണ് കേശു. അത്രക്ക് നന്മയുള്ളവരാണ് ഈ കേശു. നിനക്ക് അപ്പുറത്തോണ ഇവിടെ നിക്കണം. വായിച്ച് മിണ്ടാന്നോളണം. പറഞ്ഞല്ലോ, ഞാൻ സുദർശൻ, പെണ്ണിന്റെ ഒരേ ഒരു അമ്മാവൻ. ഞാൻ വിചാരിച്ചു കാരണം പോയക്കൊരെണ്ണം കിട്ടിയെന്ന്. ഞാനിവിടെ ഉള്ളപ്പോഴാണ്. ചിലപ്പോ കിട്ടും. അമ്മ, ഇങ്ങനെ വിഷമിക്കാതെ.
രാവിലെ ഒന്നും കഴിച്ചില്ല, കുറച്ച് വെള്ളമെങ്കിലും കുടിക്ക്. அம்மா இப்படி வருத்தப்படாதீங்க அம்மா. நம்ம கேசு அந்த பொண்ணையெல்லாம் விட்டுட்டு கண்டிப்பா வருவாம்மா. അവൻ ഇങ്ങോട്ട് വരണ്ട, അവൻ എവിടാന്ന് വെച്ചാ പൊക്കോട്ടെ. സിദ്ധു ലച്ചു എവിടെ? അവർ രണ്ടുപേരും പുറത്തേക്കുന്നു. ഭയങ്കര വഴക്കാ. മിക്കവാറും കേശവന്റെ തീരുമാനം. വന്ന് കേറിയില്ല, അതിനു മുമ്പേ നമ്മൾ അവകാശം ചോദിച്ചു കേട്ടായിരുന്നു. പടവലത്തെ വീട് സ്ഥലം എല്ലാം കൂടെ ലച്ചുവിന്റെ പേരിൽ എഴുതി വെക്കണം. അതെങ്ങനെ ശരിയാവും? ഇപ്പൊ ഞങ്ങൾക്കൊന്നും ഷെയർ ഇല്ലേ? അതന്നല്ല അപ്പൊ നമ്മളെ ഷെയറോ? அம்மா நீங்க எனக்கு ஒரு 10 சென்ட் தரேன்னு சொல்லிருக்கீங்கல்ல. കുടുംബം കലങ്ങി നിൽക്കുമ്പോഴാ നിന്റെയൊക്കെ ഷെയർ ഇല്ലയോ? ഓ ഓ ഓ അങ്ങനെ. അപ്പൊ ലച്ചൂര് എഴുതി കൊടുക്കണ കാര്യം പറയുമ്പോ ഈ കുടുംബം കലങ്ങലൊന്നും ഇല്ല അല്ലേ? എന്റെ ഗൗരി ഒന്നും മിണ്ടാതെ നിക്ക്. എന്റെ ഭഗവാനെ, ഇതൊക്കെ കാണാനും കേൾക്കാനുമാണോ നീ എന്നെ അങ്ങനെ ഇട്ടേക്കുന്നത്? എന്നെ അങ്ങ് എടുക്കണേ അങ്ങ്. അതിനു മുമ്പ് എനിക്ക് ഷെയർ തരണേ. എന്റെ അമ്മ, ചിലതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മാത്രം ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. அம்மா இங்க இருக்க உங்களுக்கு பிடிக்கலனா നമ്മൾക്ക് മധുരയ്ക്ക് പോലാമാ? പോകാം. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ അവൻ അവളെ കൊണ്ട് ഇവിടെ പൊറുതി തുടങ്ങും. അയ്യ, ലച്ചു ഉള്ളപ്പോ അതൊന്നും നടക്കൂല. എന്ന് ആര് പറഞ്ഞു? അവളെ സോപ്പിട്ടേ കാര്യങ്ങളൊക്കെ അവന്റെ വരുതിക്കാക്കാൻ അവന് നല്ല മിടുക്കാം. ഞാൻ അതെല്ലാം ആലോചിക്കണേ. ഈ ചെറുക്ക് എന്ത് ഭാവിച്ചിട്ടാണ്? ആ കൊച്ചിനൊരു 19-20 വയസ്സല്ലേ വരുള്ളൂ. എന്നാലും കാണാൻ നല്ല ഭംഗി. ஆமா பாரு, அவளோட சிரிப்பு ரொம்ப அழகா இருக்கு. கண்ணு மொட்டை மாதிரி ரொம்ப அழகா இருக்குல்ல. അമ്മമ്മേ, അവര് തമ്മിൽ കാണാൻ നല്ല ചേർച്ചയുണ്ട്. ഇതങ്ങ് സമ്മതിച്ചാലാ? പിള്ളേരല്ലേ. മുണ്ടി പോവരുത്. മെർലിന്റെ കാര്യം വന്നപ്പോഴും ഇത് തന്നെ അവള് പറഞ്ഞത്. അമ്മമ്മോ, ഓ സീനാണ്, മൊത്തം വിഷയമാണ്. ലച്ചു എവിടെ? അവളോ? അവളതെ വായത്തോന്നൊക്കെ വിളിച്ച് പറഞ്ഞ് വഴക്കിട്ട് ഒരു വിധത്തിൽ അവരെ ഗേറ്റിനെ പുറത്താക്കിയിട്ടുണ്ട്. അവൾ എന്റെ കൊച്ചുമോളാ. അമ്മമ്മ, അവളുടെ വായിരിക്കുന്നത് കേക്കണം. ആ ഏരിയയിൽ നമ്മളാരും നിക്കത്തില്ല. അമ്മമ്മ പറഞ്ഞല്ലോ അമ്മമ്മയുടെ കൊച്ചുമോളാണെന്ന്. അപ്പൊ ആ ഗുണമൊക്കെ കാണിക്കും. എപ്പോഴാ സ്വഭാവം മാറുന്നത് പറയാൻ പറ്റും. അമ്മമ്മോ, ഇതിപ്പോ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാണല്ലോ കല്യാണം കഴിഞ്ഞത്. അതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ വെച്ചിട്ട് രജിസ്റ്ററിൽ ഒപ്പിടാൻ സാധ്യതയുണ്ട്. അത് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ 1-1.5 ആഴ്ചക്കുള്ളിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവും. പ്രശ്നം അതല്ല. ഇവിടെ പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ട് കല്യാണ മണ്ഡപത്തിൽ ഇരുന്ന പെണ്ണിന്റെ ബന്ധുക്കളെല്ലാം കൂടെ ബസ് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പോവാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ആഹാ, അതും ശരിയാവത്തില്ലല്ലോ. വിളിക്ക്. പാഴൂരും പടവലത്തും നെയ്യാറ്റിൻകരയും കുഴിപ്പളത്തും ഒക്കെ വിളിക്ക്. നമുക്കും ബന്ധുക്കളൊക്കെ ഉണ്ടെന്നൊന്ന് അറിയട്ടെ. എന്തിന് ഇനി അവരെയും കൂടെ വിളിച്ചറിയിച്ച് ഇനി നാണം കെടാനാ? എന്റെ ഒരു സംശയത്തില് ഇത് കല്യാണമല്ല, വേറെ എന്തോ ഒരു പ്ലാനിങ്. ഇത് വേറെ പ്ലാനിങ് ആവാറുന്ന സാധ്യതയില്ല. കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് അന്വേഷിച്ചായിരുന്നു മുമ്പേ. സത്യത്തില് കേശു അവന്റെ കൂട്ടുകാരന്റെ കൂടെ ഒരു കല്യാണത്തിന് സദ്യ കഴിക്കാൻ വേണ്ടി പോയതാ. അവിടെ വെച്ചിട്ട് ഈ പറഞ്ഞ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ഏറ്റ ചെക്കൻ മുങ്ങി. അപ്പൊ പെണ്ണിന്റെ അച്ഛനും അമ്മയും വൻ കരച്ചില്, എന്റെ മോളെ ഇനി ആര് കിട്ടും, എന്റെ മോളെ ഇനി ആര് കിട്ടുമെന്ന്. അങ്ങനെ ഇരിക്കെ കേശു കയറി ഏറ്റെടുത്ത കല്യാണമാണ് ഈ കല്യാണം. അല്ലെങ്കിലും കണ്ണീര് കാണുമ്പോ മനസ്സറിയണ സ്വഭാവമാണ് അവന്റെ. சரி, அப்படின்னா நம்ம கேசு வேறொரு கல்யாணத்துக்கு போய் இந்த மாதிரி ஏதாவது ஒரு விஷயம் நடந்துன்னா அந்த பொண்ணையும் இவன் திருமணம் செய்வானோ? എന്റെ പൊന്ന് കനകേച്ചി, വെളിവില്ലാതെ ഓരോന്നും വിളിച്ച് പറയല്ലേ. നീ എന്ത് ചെയ്യും സിദ്ധു മോനെ? ഞാൻ ആലോചിച്ചോട്ടെ, പ്രത്യേകിച്ച് ഐഡിയ ഒന്നും വരുന്നില്ല. ഞാനേ ഈ ലച്ചുവിന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നീ ഈ ഗേറ്റിനപ്പുറത്തേക്ക് പോത്തില്ല. കേറാനാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണെങ്കിലും കേറും. ഒന്ന് കേറി കാണിച്ചേ, ചേച്ചി ഒന്ന് കാണട്ടെ. ഇവിടെ വാടാ ഇങ്ങോട്ട്. എന്ത് ഭാര്യനെ നോക്കണേ? ഓ, ഭാര്യ വഴക്ക് പറയായിരിക്കും അല്ലേ? അതെ, ഭാര്യനെ പേടിച്ച് ജീവിക്കുന്ന ഒരുത്തനല്ല ഈ കേശു. അത് മാത്രമല്ല, എന്തിനും ഏതിനും ഭാര്യയുടെ അനുവാദം മേടിക്കുന്നവനല്ലേ ഈ കേശു. കേട്ടാ മേനോട്ടി, ഞാനൊന്ന് പോയിട്ട് വരട്ടോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഭാര്യ കൂടെ ഉണ്ട്, തല്ലല്ലേ, ആണക്കേടാണ്. അതെ, നീ എന്തു ഭാവിച്ചാണ്? ഇതേ
കുട്ടിക്കളിയല്ല, എന്റെ ജീവിതം വെച്ചുള്ള കളിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഒന്നില്ലെങ്കിൽ എന്നെ വിളിച്ചു ചോദിക്കണം, അല്ലെങ്കിൽ അമ്മൂമ്മനെ വിളിച്ചു ചോദിക്കണം. നീ എന്തെങ്കിലും ചെയ്താ? അങ്ങനെ ഇപ്പൊ ഞാൻ വിളിച്ച് നിങ്ങളുടെ അടുത്ത് അനുവാദം ചോദിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് അനുവാദം തരുമായിരുന്നോ? കെട്ടാൻ സമ്മതിക്കുമായിരുന്നോ? എടാ എടാ, നീ കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കുമായിരുന്നോ? അങ്ങനൊന്നും ചേച്ചി, നടന്നതൊക്കെ സംഭവിച്ച് അങ്ങനെ വിട്ടേക്കും. ഇനി എന്റെ മുന്നോട്ടുള്ള ജീവിതത്തില് എന്റെ കൂടെ നടക്കേണ്ടവളാണതോ എന്റെ മീനുട്ടി. അവക്ക് വേണ്ടി ആരെയും പിണക്കാൻ ഞാൻ തയ്യാറാണ്. ഇപ്പം ഭാവിയില് ചിലപ്പോ ഞാനും ചേച്ചിയും തമ്മിൽ ഒരടി ഉണ്ടായെന്നിരിക്കാം. എന്നാലും എന്റെ മീനുട്ടിയുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് പുറത്തു വരാൻ ഈ കേസ് സമ്മതിക്കില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. അത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അവക്കൊരു പേരുണ്ട്, മീനു. മീനുട്ടി എന്ന് വിളിച്ചാൽ മതി. ഞാൻ എന്റെ പട്ടി വിളിക്കും. അളിയനെ കൊണ്ട് നമുക്ക് പിന്നെ വിളിപ്പിക്കാം. വിളിപ്പിക്കാം. ഇവിടെ ഇവിടെ എന്താ ചേച്ചി അനുഗ്രഹിക്കാൻ വിളിച്ചാണോ? അനുഗ്രഹിക്കാനല്ല, കൈ നീട്ടി ഒരെണ്ണം തരാൻ വിളിച്ചതാ. എന്താ ഉദ്ദേശം? കല്യാണം കഴിച്ച് താലി ഇനി ചേച്ചിയോട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. പക്ഷേ നീ എന്തറിഞ്ഞിട്ടാണ് ഇവനെയൊക്കെ കെട്ടിയത്? ഇവനെ പോലത്തെ ഒരു കോഴീനെ ഉണ്ടല്ലോ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചേച്ചി ചേച്ചിയോട് അങ്ങനെയൊന്നും പറയരുത്, എനിക്കതൊന്നും ഇഷ്ടമല്ല. എന്റെ കൊച്ചേ, ഇവനുണ്ടല്ലോ വേറൊരു ലൈനുണ്ട്. മെർലിൻ എന്നാണ് പേര്. കുറെ വർഷമായിട്ട് രണ്ടുപേരും കൂടെ പ്രണയിച്ചോണ്ടിരിക്കുക. ഇപ്പഴെല്ലാം മനസ്സിലായത് ആ കൊച്ചിന് ഇവനോടൊക്കെ ദിവ്യ പ്രണയമായിരുന്നു. പക്ഷെ ഇവന് പ്രണയമൊന്നും ആയിരുന്നില്ല, അഭിനയമായിരുന്നു. പറഞ്ഞു കൂടെ. മെർലിന്റെ കാര്യമല്ലേ, അതൊക്കെ എനിക്കറിയാം. കാറിൽ വെച്ചിട്ട് കേശോട്ടന്റെ അടുത്ത് പറഞ്ഞതാ. ഇനി കേശോട്ടന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കഷ്ടം. എന്റെ കൊച്ചെ, നീയൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കണത്? എന്റെ കൊച്ചെ, നിന്റെ കല്യാണത്തിന് സദ്യ തിന്നാൻ വന്നവനാണ് ഇവൻ. ഇത് ആരുടെ കല്യാണമാണെന്ന് പോലും ഇവൻ അറിയാൻ പാടില്ല. എങ്ങോട്ടോ പോകുന്ന വഴിക്ക് കല്യാണ ബോർഡ് കണ്ട് സദ്യയുടെ മണം അടിച്ച് കേറിയതാ. സത്യം പറയാലോ, ഇവര് നീ ആരാണെന്ന് അറിയാൻ പാടില്ല, നിനക്ക് ഇവൻ ആരാണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് ഞാൻ ആരാണെന്ന് അറിയാം. ഞാൻ സുദർശൻ, പെണ്ണിന്റെ ഒരേ ഒരു അമ്മാവൻ. പ്രായത്തിന് മൂത്താ നോക്കൂല, നീ വാ തുറന്നിട്ട് വാരിക്കണ കേൾക്കും. കൊച്ചെ, ഞാൻ ഒരു സത്യം പറയാം. നിന്റെ ജീവിതം ഉണ്ടല്ലോ, ഇതോടെ കട്ടപ്പോക. നിങ്ങളുടെ കൂടെ ഞങ്ങളാരും ഉണ്ടാവില്ല.